ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ വളരെയധികം ചൂട് കൂടിയ അവസ്ഥയാണല്ലേ. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് കുറച്ച് തണുപ്പിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ പാലക്കാടത്തെ ചൂടിൻ്റെ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, വളരെയധികം ചൂടാണ് അവിടെ. അപ്പോൾ നമ്മൾ വേനൽക്കാലം ആവുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വേനൽക്കാലം ആവുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ വീട്ടിൽ 2 പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ചെടി വാങ്ങിയിരുന്നു. അപ്പോൾ അത് കുഴിച്ചിട്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു മുറ്റത്ത്. അപ്പോൾ ഇത് വേനൽക്കാലം ആയപ്പോഴേക്കും നന്നായിട്ട് പടർന്നിട്ട് നമുക്ക് ആ സൈഡിൽ നല്ല തണുപ്പ് കിട്ടി. ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നല്ല കായും കിട്ടും. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കുകയും ചെയ്യാം. അപ്പോൾ ആ സൈഡിൽ പോയിരിക്കാനൊക്കെ നല്ല ഉച്ച സമയത്താണെങ്കിലും അവിടെയൊക്കെ പോയിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എന്തെങ്കിലും പടർന്ന് പോകാൻ പറ്റുന്ന പന്തലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇപ്പോൾ കോഴപ്പന്തലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതുപോലെയുള്ള വള്ളികളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ കുഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സൈഡ് നല്ല തണുപ്പായിരിക്കും. നമുക്കത് ഇപ്പോൾ പച്ചക്കറികളാണെങ്കിൽ നമുക്കത് അടുക്കളയിൽ എടുക്കുകയും ചെയ്യാം. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്കത് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ ജനാലയൊക്കെ തുറന്നിടുക. അപ്പോൾ നമ്മുടെ റൂമൊക്കെ നല്ല ചൂടായി കിടക്കുന്ന സമയമായിരിക്കും, ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ജനലൊക്കെ തുറന്നിടുകയാണെങ്കിൽ നല്ല കാറ്റൊക്കെ ഇട്ടിട്ട് റൂമത്തെ ചൂടൊക്കെ കുറയും. രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് അടച്ചാൽ മതി. നല്ല വെയിലുള്ള സമയത്തൊക്കെ ജനലൊന്നും തുറക്കരുത്. ജനലൊക്കെ കർട്ടൻ ഇട്ടിരിക്കുക. ജനലുടെ പുറത്തും കർട്ടൻ ഇടുക. അപ്പം നേരിട്ട് സൂര്യപ്രകാശം ആ ജനാലിലേക്ക് തട്ടില്ല. അപ്പോൾ നമ്മുടെ ജനാലച്ചില്ലുകളൊക്കെ ചൂടായിട്ട് ആണ് നമ്മുടെ റൂമിലോട്ടും ആ ചൂട് വരും. അപ്പോൾ നമ്മൾ ജനാലയുടെ പുറത്ത് നമ്മൾ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അധികം വെയിൽ നമ്മുടെ റൂമിലോട്ട് തട്ടില്ല. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു ടിപ്പ്, എൻ്റെ വീട്ടിൽ മുൻപൊക്കെ വേനൽക്കാലം ആയാൽ ടെറസിൻ്റെ മുകളിൽ കുമ്മായി അടിച്ചു കൊടുക്കും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കുമ്മായൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരിട്ട് ആ സൂര്യപ്രകാശമൊക്കെ അപ്പോൾ കമ്പിയൊക്കെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ കോൺക്രീറ്റൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുമ്മായൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ 2 കോട്ടൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഉള്ളിലോട്ടൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങൾ ചെയ്യണത് ഇപ്പോൾ 2-3 കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ സൂര്യപ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് ആ ചൂട് ആഗിരണം ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ടെറസിൻ്റെ മുകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. ആ പൂപ്പലും ഒക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ് ചേട്ടന്മാരോടൊക്കെ പറഞ്ഞാൽ അവർ നന്നായി ഉഷാറാക്കിയിട്ട് അവരടിച്ചു തരും. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ AC എല്ലാവർക്കും ഇപ്പോൾ വാങ്ങാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.